അപ്പൊ ഇതൊക്കെയാണ് 28 ഓണം. ഓ എന്റെ അമ്മോ, വ്യൂ ഉണ്ടോ? ഓ തിരിഞ്ഞ കടന്നെങ്കിൽ അടിപൊളിയായിരുന്നല്ലേ. ഇവിടുന്ന് എങ്ങോട്ട് നോക്കുവാന്ന്. വീണ്ടും നമ്മൾ ഓച്ചിറ അമ്പലത്തിൽ. ഇന്നലെ ആയിരുന്നു 28 ഓണം. കാളെ നിരത്തിയിട്ട് കാണാൻ വന്നേക്കാണ്. ഓക്കെ, അമ്പലത്തിന്റെ കോവരി. ഇന്നലെ ഇവിടെ എന്തൊരു തിരക്കായിരുന്നു. ഇവിടെ വെച്ച് നമ്മള് മിസ്സായി പോയേ. ഓ ബാറ്ററി. അയ്യോ ഇവിടെ ഇങ്ങനെ ഇത് കാണിച്ച ബാഡാ. എടാ ഇത് ഒന്ന് ഫുൾ പരിപാടി ഇവിടെ. ഇതേ കാളയുടെ ബാക്കാണ് ഇത് ഫുള്ള്. ഇങ്ങനെ ഞാൻ പറഞ്ഞില്ലേ ഇന്നലെ നേരത്തെ ഇടുവെന്ന്. കുഞ്ഞുങ്ങൾ ഇതൊക്കെ ഇതേത് കാളാ? ഇതേ 1, 2, 3 ഒക്കെ അവിടെ ഉണ്ട്. ബാക്കി എല്ലാം ഇവിടെ ഉണ്ട്. സ്റ്റേജൊക്കെ കിട്ടി. അവിടെ നിന്ന് ഫോട്ടോ എടുക്കാനായിരിക്കോളാ. കാലഭൈരവൻ. അത് ഓണാട്ടൊരു കതിരവൻ. കാണാതെ വച്ചിറ. ഇത് നമ്മളിന്നലെ കണ്ട 3-ാം നമ്പർ കാള വയനാങ്കരയാണ്. ഇത് ഓണാട്ടൊരു കതിരവൻ. ഇത് കാലഭൈരവൻ. ഇത് 3 നേരത്തെ ഒഴുകിയിട്ടേക്കുന്നുണ്ടോ? കൊമ്പ് അല്ലാതെ തന്നെ ഇതിന് കുറച്ച് വണ്ണക്കുറവ്, ഇതിന് വണ്ണം കൂടുതലുവാ. ഇതിന് വണ്ണമില്ല, നീളം പറ്റേക്കുന്നത്. ഇതിന് നീളമില്ല, വണ്ണമുണ്ട്. അതാണ് വ്യത്യാസം. അത് കൊള്ളാം. എന്തോ സൗണ്ട് ടെസ്റ്റിംഗ് നടക്കും അവിടെ. 4 നേരത്തെ ഇട്ടേക്കുന്നത്. ഇതാണ് 4. ബാക്കി എല്ലാം ഇവിടെയൊക്കെ തന്നെ ഉണ്ട്. അവിടെ ഉണ്ട്. ബാക്കി എല്ലാം ഇവിടെ ഉണ്ട്. ഓക്കെ, ഇതാണ് മെയിൻ 4. സ്വർണ്ണക്കാള. ഇതാണ് സ്വർണ്ണക്കാള. ഫുൾ സ്വർണം കൊണ്ടാണ് ഉണ്ടാക്കിയേക്കുന്നത്. തിരുമണ്ണിൽ ആഘോഷത്തിന്റെ പൊന്നിൻ പുലർക്കാലം സമാഗതമാകുമ്പോൾ ആവേശത്തിന്റെ പെരുമഴയുമായി കരകൾ ആരവത്തോടെ കെട്ടുകാഴ്ചകൾ സമർപ്പിക്കുമ്പോൾ ഓച്ചിറയുടെ ചരിത്രത്തിൽ ആദ്യമായി ഒരു വേറിട്ട നന്ദികേശ വിസ്മയം. അതെ, ഓച്ചിറയുടെ വിശ്വാസ ഭൂമിയെ പുളകം കൊള്ളിച്ചുകൊണ്ട് ചരിത്രമിറങ്ങുന്ന ആദിനാടിന്റെ മണ്ണിൽ നിന്നും 5 ലോഹങ്ങൾ ചേരുന്ന പഞ്ചലോഹത്തിൽ അനാദിനാഥ പൊരുള പ്രൗഢിയിലും പകിട്ടിലും ഒന്നാമനായി കടന്നു വരുന്ന വീരനായകൻ നന്ദികേശ സൂര്യൻ ആദിനാടു നീലകണ്ഠൻ. പഞ്ചലോഹത്തിന്റെ പെരുമയിൽ അവതാരം കൊള്ളുന്ന താരകുലപതി. ഇത് ഏറ്റവും വലുതും ഏറ്റവും ചെറുതും. അതിനകത്ത് കാണാൻ പറ്റും. 7 മില്ലിമീറ്റർ ഉള്ളു. 70 അടിയും 7 മില്ലിമീറ്റർ. ഇതെങ്ങനെ ഉണ്ടാക്കിയടാ? കറക്റ്റ് കാണാൻ പോലും വയ്യ. കൊള്ളാല്ലേ? റെക്കോർഡൊക്കെ ഇട്ടിട്ടുണ്ടോ? ആരും ഇതുണ്ടാക്കിയാരാ? ഇവിടെ ഉണ്ടോ? അവിടെ സ്വർണ്ണക്കാള. ഇവിടെ വെള്ളിക്കാള. അവിടെ വെള്ളിക്കാള. തിരിച്ചിട്ടേക്ക് കുറച്ചോളം മറിച്ചിട്ടേക്ക്. ഇവിടെ നോക്കുമ്പോ ഈ കാളയൊക്കെ ഇങ്ങോട്ട് നോക്കിയിരിക്കുന്നു. ആ കാള മറ്റേ കളയൊക്കെ അങ്ങോട്ട് നോക്കിയിരിക്കുക. മഴ വരുന്നുണ്ടാന്ന് തോന്നുന്നു. എല്ലാം ഓൾമോസ്റ്റ് എല്ലാം മൂടിയിട്ടേക്കുക. കച്ചിയൊക്കെ നനഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒന്നുകൂടെ വെയിറ്റ് ആവും. അത് പിന്നെ ഒരുമാതിരി ആവും. കണ്ടോ, പലതും പല രീതിയിലുള്ള. ഒരെണ്ണത്തിന് തല ചെറുതാണെങ്കിൽ ഒരെണ്ണത്തിന് വലുത്. ഇത് തന്നെ കണ്ടോ, നല്ല വലുത്. അതിൻ്റെ അപ്പുറം തല ചെറുത്. ഇഷ്ടം പോലെ വെറൈറ്റിയില്. ഇതൊക്കെ 50ാമത്തെ കള. നമ്മളിത് ഇന്നലെ ഇതുവഴിയൊക്കെ വന്ന്. അവിടെ ചെറിയൊരു കള. പൊരിമാല. പൊരിമാല പൊരിമാല വെള്ളിക്കാവും. ഇന്നലെ നമ്മളെ കണ്ടായിരുന്നു. അമ്പലമുണ്ടോ അവിടെ? ഇവിടെ നിർത്തിയിട്ടുണ്ട് കുറെ. ഇവിടെ ലൈറ്റൊക്കെ ഇട്ടും. ഇതെല്ലാം അവറേജ് കളയാ. മീൻസ് എല്ലാം ഒരു എല്ലാം ഒരേ പൊക്കോ. പേരെന്തേ? അത് ഇന്നലെ നമ്മൾ കണ്ടായിരുന്ന ഒരു തേരി. നമ്മൾ ഇന്നലത്തെ വീഡിയോക്കകത്ത് ഞാൻ കണ്ടൊരു തേരി. ലിസ്റ്റിലുണ്ട്. ഇങ്ങനെല്ലാം പഴയതെല്ലാം കാഴ്ചകൾ ഇവിടെ കാണാം. 160 സംതിങ് കാണാം.
കണ്ണടിശ്ശേരി. പറഞ്ഞില്ലേ പലതിന്റെ കൊമ്പും പലതിന്റെ രൂപങ്ങളും എല്ലാം വേറെ വേറെ, പല പേരുകളും. ഇത് ശിവന്റെ പല പേരുകളാണ് ഈ കാളയ്ക്ക് ഇടുന്നത്. ഈ കാലഭൈരവൻ എന്ന ശിവന്റെ പേരാ, അതിരവൻ എന്ന ശിവന്റെ, ഒത്തിരി പേരുണ്ട് ശിവന്. അതിനകത്ത് പലതും ഇടുന്ന ശിവന്റെ. ഇതാണ് ഓച്ചര അമ്പലം, ദേബിച്ചിക്കട. ഇത് ഓച്ചര അമ്പലം. ഒരു കാള, ഇത് ടെർമോക്കോൾ കളയാൻ തോന്നുന്നു. വീരഭദ്രൻ എന്നാണ് പേര്. ഞാൻ പറഞ്ഞത് അതൊക്കെ എല്ലാം എന്തുവാ ശിവന്റെ പേരുകളാണ്. 126, 126. ഏതാ അവിടെ വേറൊരു പ്രത്യേകതരം കാണാം, അങ്ങോട്ട് പോവാം. ഇത് വേറെ എന്തോ ടൈപ്പ് കാളയാണ്. 174. ഇത് വേറെ ഒരു പ്രത്യേകതരം കാള. ഇത് മറ്റേ തമിഴ്നാട്ടിലുള്ളതാണോടാ? ഇതെന്തോടാ ഇതിന് മറ്റേ ഇത് കുതിരയാണോ? കാളയുടെ വെറൈറ്റി കാള നോക്കട്ടെ. അവിടെ എന്തുവാ പയ്യ ചെറിയൊരു കാള, ചെറിയൊരു കാള. അതിനോ? ഇത് വജ്ജറിന്റെ ചെറിയ വജ്ജറിന്റെ ചെറുത്. ഇവിടെ ഫുൾ പിന്നെ കട. ഇതെല്ലാം ഉള്ള കടകളാ. ഇത് ഈ കടയൊക്കെ എല്ലാം ഉണ്ട്. ഈ കടയൊക്കെ എപ്പോഴും ഉണ്ട്. എപ്പോഴും ഉള്ള കാളെ. 166ാമത്തെ കാള. മറിഞ്ഞു? അതായത് അങ്ങനത്തെ സെറ്റപ്പാണ് അത്. ഫോട്ടോ ഒക്കെ എടുക്കുന്ന ഓരോരുത്തര്. ഇവിടെ അത് മറിഞ്ഞല്ലത്, അങ്ങനെ ബിൽഡ് ചെയ്തേക്കുന്ന കാളയത്. അയ്യോ കുഞ്ഞു പിള്ളേരുടെ കള. ബെൽറ്റ് ഇതിങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നതാണ് അവര്. ഇതെന്താ അറുവാനക്കത്ത്? 154. ഇത് അറുവാനക്കത്തൊക്കെ കൊണ്ടുവന്ന് കാണാം. ഇത് എന്ത് തലയൊക്കെ ഫ്രണ്ട് ഇരിക്കുന്നു. മറ്റേ മുമ്പുണ്ടോ? അതിന്റെ അങ്ങനെ ഇരിക്കുക. കൊള്ളാം. കുറെയൊക്കെ മൂടിയിട്ടേക്കുവാ. മൂടിയിട്ടേക്കുന്നു. എടാ ഇതിനാടാ നീ നില കയറി പിടിച്ചത്? അതിന്റെ അങ്ങേര് പറഞ്ഞ മറന്ന് പറഞ്ഞു. ഇവിടൊക്കെ ഉണ്ട്, ഇവിടെ ഉണ്ട് ഇഷ്ടം പോലെ. എന്തുവാ നേരത്തിട്ടേക്കുന്നുണ്ട് കേട്ടോ. ഇതാണ് ഇവിടുന്നുള്ള വ്യൂ. അവിടുന്നുള്ള വ്യൂ മൊത്തം വ്യൂ കേസ്. ഇവിടെ അവിടെ പോയി അവിടെ നിന്ന് പിക്ക് എടുക്കാം. നേരത്തെ ഇട്ടേക്കുന്നുണ്ടോ? മൈൻഡ് അല്ലേ? പൊന്നോ നേരത്തെ ഇട്ടേക്കുന്നുണ്ടോ? അടിപൊളി. ഏതാ? കാള പെർഫെക്റ്റാ. പണ്ടത്തെ കാലവരെ കേട്ടിട്ടുണ്ടോ? കാല് മാത്രം നീളത്തിരിക്കും. ഒരു 5-6 വർഷം മുമ്പ് 1-ാം നമ്പർ കാളയായിരുന്നു ഇത്. ഞാൻ ഈ ഫോട്ടോ എടുത്ത ഈ കാള ഇതായിരുന്നു 1-ാം നമ്പർ കാള. ഇത് മൊത്തം ഭരിച്ചുകൊണ്ടിരുന്ന കാളയവൻ. ഇപ്പൊ നമ്പർ പോലും പറഞ്ഞില്ല. ഓക്കെ, ഇത്രയും താഴവൻ. ഫസ്റ്റ് 1-ാം നമ്പർ കാള ഇത്. 5-6 വർഷം മുമ്പേ. അതല്ലേ എന്റെ പേര് ചോദിച്ചേ. ഇതായിരുന്നു 1-ാം നമ്പർ കാള. ഇത്ര പൊക്കായിരുന്നു മാക്സിമം. നേരത്തെ ഇട്ടേക്കും എല്ലാം ഭയങ്കര രസമാണ്. നേരത്തെ ഇട്ടേക്കുന്ന കാണാൻ. ഈ ഒരു വ്യൂ കാണാൻ ഞാൻ വന്നത്. നേരത്തെ ഇട്ടേക്കുന്നുണ്ടോ? അങ്ങ് വരെ കിടക്കുക. 5-ാം നമ്പർ. ബാക്കി 4 അവിടെ കിടപ്പുണ്ടല്ലോ. അത് തൊട്ട് താഴെയുള്ള ഇതാ. 5, 6, 7, 8 അങ്ങനെ പോകും. വ്യൂ ഉണ്ടോ? അനാഗ്രഹിക്കുന്ന ഭക്തജനങ്ങൾ ടൂറിസ്റ്റ് സമിതിയുടെ സൈഡിൽ വന്ന് ഇതിന് സൈഡിലൊക്കെ കൊണ്ടിട്ടേക്കുന്നു. വന്നപ്പോ താമസമുണ്ടോ? അപ്പൊ ഇവിടെ ഒതുക്കി
കാളയാണെന്ന് തോന്നുന്നു, മെയിൻ കാളയാണെന്ന് തോന്നുന്നു. കാളയുടെ ബാക്ക് വശം. അപ്പൊ ഇതൊക്കെയാണ് 28 ഓണം. ഓ എന്റെ അമ്മോ, വ്യൂ ഉണ്ടോ? ഓ തിരിഞ്ഞ കിടന്നെങ്കിൽ അടിപൊളിയായിരുന്നു അല്ലേ? ഇവിടുന്ന് എങ്ങോട്ട് നോക്കുവാന്ന്, മറ്റടുത്ത് ഇങ്ങോട്ട് കൂടെ കിട്ടുന്നില്ല. ഏതെങ്കിലും ഒരു കാള തിരിഞ്ഞു കിടന്നായിരുന്നെങ്കിൽ എല്ലാ വ്യൂ കിട്ടിയായിരുന്നു. നല്ല അടിപൊളി മഴക്കൂടെ, ഇപ്പുറത്തെ നല്ല അടിപൊളി സൺസെറ്റ്. നമ്മൾ പിന്നെയും വന്നു. ഇതാണ് 4 കാള, 4 ടോപ്പ് കാള. ഇത് കാലഭൈരവൻ, കതിരവൻ, ഇത് വയനകം കാളയാണ്, വയനകം കൊമ്പൻ, വജ്രൻ. ഓ കൊള്ളല്ലേ 4 കിടക്കുന്ന കാണാൻ. നീളമൊക്കെ ഇത്രയൊക്കെയാണ് നീളം. ഈ കാളമുട്ടി ഓരോ പരിപാടികളിലൊക്കെ ഓരോ കാളമുട്ടിലും ഓരോരോ വ്യത്യസ്തമായ പരിപാടി കിടപ്പുണ്ട്. ഇപ്പോൾ വന്നാലും കാണാൻ പറ്റും. 1-2 ദിവസം പരിപാടി ഉണ്ടായി. നമ്പർ 3 ഇതാ ഇന്നലെ കയറാൻ പറ്റാതെ അവിടെ കിടന്ന് മറ്റേ ലൈൻ കമ്പി അഴിക്കാൻ വേണ്ടി കിടന്ന്. ഇത് വജ്ര. ഇന്നലെ നമ്മൾ വജ്രനെ കണ്ടില്ല. അതാ പറഞ്ഞേ, ഇതിനെ നമ്മൾ കണ്ടതേ ഇല്ല ഇന്നലെ. വജ്രനെ ഈ കാളെ നമ്മൾ കണ്ടില്ല. അത് അങ്ങായിരുന്നു. ഇത് 2 കണ്ടായിരുന്നു. ഇത് ടോപ്പ് കാള. ഓക്കെ, ഇതാണ് അപ്പൊ മെയിൻ കാള. ഇവിടുന്ന് പോവാണ്. ഒന്നുകൂടെ കാണിച്ചു തരാം. ഇതാണ് ഫ്രെയിം ലാസ്റ്റ് 3 കാള. ഇതെന്ത് ലൈറ്റ് ഇങ്ങനെ ഇരിക്കുന്ന? ലൈറ്റ് അങ്ങനെ വെച്ചേക്കുന്നതാണ്. ഓക്കെ, ലാസ്റ്റ് 4 കാള. ഇതൊരു കാള ഇവിടെ സൈഡിൽ വെച്ചപ്പോണ്ട്. ഇവിടെ ഫുൾ തിരക്കുണ്ട. അവിടെ ഇന്നും തിരക്കുണ്ട്. ഇന്നും നാളെയൊക്കെ തിരക്കുണ്ടായിരിക്കും. എന്നാലും കണ്ടിട്ട് പോകാൻ പറ്റും. കുറച്ചുകൂടെ ലൈറ്റുള്ള സമയത്തൊന്നും എല്ലാം കാണാം. ഒരു വൈകുന്നേരം വരണം എന്ന് പറഞ്ഞാൽ ഒത്തിരി വെയിലില്ല, എന്ന് പറഞ്ഞാൽ ഒത്തിരി ലൈറ്റ് പോകുന്നതിന് മുന്നേ വരണം. അപ്പോൾ അടിപൊളിയായിട്ട് കാണാൻ പറ്റും. പിന്നെ ഇവിടെ കഴിക്കാനുണ്ട്. കഴിച്ച് കപ്പലിൻ്റെ കുറച്ചുകൊണ്ട് കണ്ടിട്ട് പോകാം. അപ്പം എല്ലാം കഴിഞ്ഞ് പോവാണ്. അപ്പോൾ ഈ വർഷത്തെ 28 ഓണം കഴിഞ്ഞു. ഇനി അടുത്ത വർഷം കാണാം അല്ലേ? അടുത്ത വർഷം നമ്മളിവിടെ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ അടുത്ത 28 ഓണം നമ്മളുണ്ട്. പോവാണ്. ബൈ. വളരെ മനോഹരമായ പരിപാടികളാണ്. അയ്യോ, ഇന്നലെ കാണാൻ പറ്റാത്ത കുറെ കളകൾ ഇന്ന് കണ്ടു. ഇന്നലെ കണ്ട്, ഇന്ന് ബാക്കി കണ്ടു. ഇപ്പോൾ കഴിക്കാൻ പറ്റാത്ത കാര്യം എന്ന് പറഞ്ഞാൽ തിരക്കാത്ത ഭയങ്കര തിരക്കും ചൂടും. അത് മാത്രമേ ഉള്ളൂ. ഓക്കെ, ശരി, ഞങ്ങൾ ബൈ. അടുത്ത വീഡിയോ അടുത്ത തുണപ്പുകളുമായിട്ട് പിന്നെ വരുന്നതായിരിക്കും. ഞങ്ങൾ ബൈ ബൈ, ടാറ്റാ.